ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുന്നതാണ് നമ്മൾ കണ്ടത്. അംബേദ്കറിനെതിരായ പരാമർശത്തിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. യോഗത്തിൽ അമിത്ഷായും പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട്. PR സുനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിൽ, അമിത്ഷായുടെ പരാമർശമാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ വാക്പോരാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ പ്രധാനമന്ത്രി തന്നെ യോഗം വിളിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അമിത്ഷായുടെ രാജിയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. വിനീത, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്താൻ പോകുകയാണ്. അംബേദ്കർ വിഷയം ഏതായാലും ദേശീയതലത്തിൽ കത്തിപ്പടർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായി തന്നെ ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളിലും അംബേദ്കർ വിഷയം ഉന്നയിച്ചു. ഇന്നലെ ഭരണഘടനാ വിഷയത്തിന്മേലുള്ള ചർച്ചയിൽ നൽകിയ മറുപടിയിലാണ് അംബേദ്കർ വിഷയത്തിൽ വിവാദ പരാമർശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വർഗത്തിൽ പോകാമെന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ഇതാണ് അംബേദ്കറിനെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ കാരണം. ഇന്ന് പാർലമെന്റ് കവാടത്തിൽ തുടക്കത്തിൽ വലിയ പ്രതിഷേധം അംഗങ്ങൾ ഉയർത്തി. അംബേദ്കറുടെ ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം. അതിനുശേഷമാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. രണ്ട് സഭകളും പ്രതിപക്ഷ ബഹളത്തിൽ സ്തംഭിക്കുന്ന കാഴ്ചയായിരുന്നു. ആദ്യം 2 മണി വരെ നിർത്തിവെച്ചു. പിന്നീട് രണ്ട് സഭകളും നാളത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധത്തെ നേരിടാൻ ഇരു സഭകളിലും കേന്ദ്രമന്ത്രിമാർ ശക്തമായി രംഗത്തുണ്ടായിരുന്നു. രാജ്യസഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ലോക്സഭയിൽ അർജുൻ നിയമമന്ത്രിയും ഒക്കെ തന്നെ വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷ ആരോപണങ്ങളെ നേരിട്ട് രംഗത്തിറങ്ങി. കോൺഗ്രസ് ആണ് അംബേദ്കറിനെ അപമാനിച്ചതെന്നും അംബേദ്കറിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി രാഷ്ട്രീയ നീക്കത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ വലിയ ആക്ഷേപം ഇന്ന് കോൺഗ്രസിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ ഉയർത്തുന്നത് കണ്ടു. പ്രധാനമന്ത്രിയും ഇന്ന് ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും അപമാനിക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഒരു പാർട്ടി, ഒരു കുടുംബം രാജ്യത്തെ ഭരണഘടനയെ തന്നെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് എന്നൊക്കെയുള്ള വലിയ ആക്ഷേപമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. ഏതായാലും ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നത്. രാജ്യസഭയിൽ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് മല്ലികാർജ്ജുന ഖാർഗെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിലും അമിത്ഷാ രാജിവെക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമ്പോഴാണ് അല്പസമയത്തിനകം ഇപ്പോൾ ദില്ലിയിൽ അമിത്ഷായുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. എന്തായിരിക്കും ഈ പ്രതിഷേധങ്ങൾക്ക് അമിത്ഷാ നൽകാൻ പോകുന്ന മറുപടി എന്നത് അല്പസമയത്തിനകം അറിയാം.